ഹെൽമെറ്റ് വെക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, ഗവൺമെൻറ് അല്ല. അവർ നമ്മുടെ പാരൻസ് ഒന്നും അല്ലല്ലോ. നമ്മുടെ ജീവനെപ്പറ്റി അവർക്ക് അത്ര കൺസേൺ ഉണ്ടെങ്കിൽ അവരാദ്യം നന്നാക്കേണ്ടത് റോഡുകളാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണിത്. ചിന്തിച്ചാൽ ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ഹെൽമെറ്റ് ഇല്ലാതെ ആക്സിഡൻ്റായി ഒരു സീരിയസ് ഹെഡ് ഇഞ്ചുറി ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവിടുത്തെ ICUവും വെന്റിലേറ്ററും സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സൊക്കെ നല്ലപോലെ പണിയെടുക്കേണ്ടി വരും. പോപ്പുലേഷൻ ഇത്രയും കൂടി നമ്മുടെ രാജ്യത്ത് മിക്ക ആശുപത്രികളും ഫുൾ കപ്പാസിറ്റിയിലാണ് എപ്പോഴും റൺ ചെയ്യുന്നത്. ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ഒരു ജനറൽ വാർഡിൽ തീരേണ്ടുന്ന ഒരു അഡ്മിഷൻ ICUയിലും വെന്റിലേറ്ററിലൊക്കെ വരുമ്പോൾ വേറെ എന്തെങ്കിലും ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനായിട്ട് വരുന്ന ഒരു രോഗിക്ക് ഈ സർവീസ് ഒന്നും ചിലപ്പോൾ കിട്ടില്ലെന്ന് വരാം. ഇനി സർക്കാർ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആവുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ചികിത്സാ ചിലവൊക്കെ നമ്മുടെ ടാക്സ് മണിയിൽ നിന്നാണ് പോകുന്നത്. ഫൈൻ വാങ്ങി ട്രഷറി നിറയ്ക്കാന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലും അതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്വന്തം ജീവനെപ്പറ്റി കൺസേൺ ഇല്ലാതെ വിത്തൗട്ട് ഹെൽമെറ്റ് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഇൻ കേസ് ഒരു ക്രാഷ് ഉണ്ടായാൽ മൈനർ ഇഞ്ചുറീസ് ആയിട്ട് നിങ്ങൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ പടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കാരണം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോലും പരിചയമില്ലാത്ത ഒരാൾക്ക് അയാൾ അർഹിക്കുന്ന ചികിത്സയായിരിക്കാം.